بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിലെ ഉപമകളോട് ജനങ്ങൾ സ്വീകരിക്കുന്ന രണ്ട് സമീപനങ്ങൾ എന്താണെന്ന് വിവരിക്കുകയാണ് ചെയ്തത്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കൊതുകിനെയോ അതിൽ താഴെയുള്ളതോ അല്ലെങ്കിൽ അതിൽ മുകളിലുള്ളതോ ആയ കാര്യങ്ങൾ ഉപമയായി വിവരിക്കാൻ ലജ്ജിക്കുന്നതല്ല. അത് ഹക്ക് വിവരിക്കുന്നതാണ് എങ്കിൽ മുഅ്മിനീങ്ങൾ അവരത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യും. അവർക്ക് അതിന് പുറകിലുള്ള യുക്തിയും ലക്ഷ്യവും ചില സമയത്ത് ബോധ്യമായിട്ടില്ലെങ്കിലും അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് അവർ അംഗീകരിക്കും. അതാണ് ഒരു മുഅ്മിനിൻ്റെ സമീപനം. ഫഅമ്മല്ലദീന ആമനു ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. മുഅ്മിനീങ്ങൾ അവർ തിരിച്ചറിയുന്നു ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഹക്കാണ്, സത്യമാണ്, അത് സ്വീകരിക്കും. വഅമ്മല്ലദീന കഫറു, എന്നാൽ ഖുർആനിനെ നിഷേധിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ നിഷേധിച്ചവർ, പരലോകത്തെ നിഷേധിച്ചവർ, ഫയഖൂലൂൻ, അവർ പറയും, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നാൽ മാദാ അറാദ അല്ലാഹു ബിഹാദാ മസല, എന്താണ് അള്ളാഹു ഇതുകൊണ്ട് ഒരു ഉപമ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതിന് പുറകിലെ ലക്ഷ്യം എന്താണ്, എന്താവശ്യത്തിനാണ് ഇത് പറഞ്ഞത്, അങ്ങനെയാണ് അവർ ചോദിക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ് യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഈ ഉപമ മുഖേന അള്ളാഹു ഒരു ധാരാളം ആളുകളെ വഴികേടിലാക്കുന്നു, ധാരാളം പേരെ അള്ളാഹു സന്മാർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഫാസിഖീങ്ങൾ, അവരെ അല്ലാതെ അള്ളാഹു വഴികേടിലാക്കുകയില്ല. അവനെ ധിക്കരിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ തള്ളിക്കളയുകയും ചെയ്യുന്നവർ, അവരെയാണ് അവൻ വഴികേടിലാക്കുക. എന്നാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ, അവരെ അള്ളാഹു വഴികേടിലാക്കുകയില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആയത്തിൻ്റെ അവസാനം എന്തിലാണ്? വമാ യുദില്ലു ബിഹി ഇല്ല അൽ ഫാസിഖീൻ. ഫാസിഖീങ്ങളെ വഴികേടിലാക്കുമെന്നാണ്. ആരാണ് ഫാസിഖ്? അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത ആയത്ത് അല്ലദീന എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഫാസിഖീങ്ങളെ അല്ലാതെ അള്ളാഹു വഴികേടിലാക്കില്ല. ആരാണ് ഫാസിഖീങ്ങൾ? അല്ലദീന, അവർ ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞ ആയത്തിൻ്റെ തുടർച്ചയാണ് ഈ ആയത്ത്. ഫാസിഖീങ്ങൾ ആരാണ്, അവരുടെ വിശേഷണം എന്താണ് എന്നാണ് ഈ ആയത്തിൽ വിവരിക്കുന്നത്. അല്ലദീന, അവർ ആരാണ്? യൻഖുദൂന. യൻഖുദൂൻ അത് ഏതാണ്? ഫിഅല് മുദാരി. അതിൻ്റെ മാദി ഏതാണ്? നഖദ. എന്താ നഖദ എന്ന് പറഞ്ഞാൽ? നാഖിദ്, നവാഖിദ് കേട്ടിട്ടില്ല നിങ്ങൾ? പൊളിക്കുക. നഖദ എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയാൻ. ഇവിടെ ഉദ്ദേശം ലംഘിക്കുക എന്നാണ്. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ്. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ്. അഹ്ദ് കരാർ. അഹ്ദല്ലാഹി അള്ളാഹുവിൻ്റെ കരാർ. അള്ളാഹുവിൻ്റെ കരാർ ലംഘിക്കുന്നവരാണ് അവർ. ആരാണ് ഫാസിഖീങ്ങൾ? അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ്. അള്ളാഹുവിൻ്റെ കരാർ ലംഘിക്കുന്നവരാണ് ഫാസിഖീങ്ങൾ. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. കേവലം ഒരു കരാർ കൂടിയല്ല ഇത്. മിൻ ബഅദി, അവർ ഈ കരാർ ലംഘിക്കുന്നത് എപ്പോഴാണ്? മിൻ ബഅദ്, ശേഷമാണ്. മീസാഖിഹി. മീസാഖ് എന്ന വാക്ക് അല്ലേ, നിങ്ങൾ ഹദീസിൽ കേട്ടിട്ടുണ്ടാവും. ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഇത് ഔസഖ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബലവത്തായത്, ഏറ്റവും ഉറപ്പുള്ള ഈമാനിൻ്റെ കണ്ണി അള്ളാഹുവിൻ്റെ പേരിലുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ പേരിലുള്ള വെറുപ്പുമാണ്. ഔസഖ് ഏറ്റവും ഉറപ്പുള്ളത്. മീസാഖ് എന്ന് പറഞ്ഞാൽ മിൻ ബഅദി മീസാഖിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കരാർ ഊട്ടി ഉറപ്പിച്ചതിന് ശേഷം അതിനെ
തകർക്കുന്നവരാണ്. കേവലം കരാർ തകർക്കല്ല, കരാർ പറഞ്ഞതിന് ശേഷം ആ കരാർ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു, ഗൗരവമുള്ള കരാറായാണ് സ്വീകരിച്ചത്. ഊട്ടിയുറപ്പിച്ച കരാറാണ്, കേവലം ഒരു കരാർ, വെറുതെ പറഞ്ഞു പോയതല്ല, വെറുതെ ഒരു വാക്കല്ല, ഒരു വാഗ്ദാനമല്ല, മറിച്ച് മിൻ ബഅദി മീസാഖിഹി, ഈ കരാർ അള്ളാഹു ഊട്ടിയുറപ്പിച്ചതാണ്, വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറഞ്ഞതാണ്, ലംഘിക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയതാണ്. അതാണ് മീസാഖ്. ഈ സൂറത്തുൽ ബഖറയിൽ മീസാഖ് എന്ന വാക്ക് ആവർത്തിച്ചു വരുന്നുണ്ട്. ബനു ഇസ്രായേലുകാരുടെ ചരിത്രം പറയുമ്പോൾ അല്ലേ, തോന്നില്ലേ, വലഖദ് അഖദ്ന വഇദ അഖദ്ന വഇദ അഖദ്ന മീസാഖക്കും വറഫഅന ഫൗഖക്കും, അത് തന്നെ പലതവണ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വകുല്ലമ ആഹദു അഹ്ദൻ നബദഹു ഫരീഖുൻ മിൻഹും, അവർ കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ ലംഘിക്കുന്നവരാണ്. അതുപോലെ തന്നെ അള്ളാഹു രണ്ട് സ്ഥലത്ത് പറഞ്ഞു, വഇദ് അഖദ്ന മീസാഖക്കും വറഫഅന ഫൗഖക്കും അത്തൂറ ഖുദൂ മാ ആതൈനാക്കും, ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ഖുദൂ മാ ആതൈനാക്കും ബിഖുവ്വത്തിൻ. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ പല സ്ഥലത്ത് മീസാഖ് എന്ന വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്, ബനു ഇസ്രായേലുകാരോട് അള്ളാഹു സ്വീകരിച്ച കരാർ. അപ്പോൾ ഈ ആയത്തിൽ ഫാസിഖീങ്ങൾ ആരാണ് എന്ന് അള്ളാഹു പറയുന്നത്. അവരാരാണ്? മീസാഖ് ഉറപ്പോടുകൂടി സ്വീകരിച്ച കരാർ ലംഘിക്കുന്നവരാണ്. പിന്നീട് സൂറത്തുൽ ബഖറയിൽ ഈ കരാർ ലംഘിച്ചവരുടെ ചരിത്രം, ബനു ഇസ്രായേലുകാരുടെ ചരിത്രം വിവരിച്ചുകൊണ്ട് അള്ളാഹു ആവർത്തിച്ചു പറയണം. നിങ്ങൾക്ക് ഇതിൻ്റെ ക്രമം മനസ്സിലാവും. ഈ സൂറത്തിൽ അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹ് കിതാബ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. 3 വിഭാഗം ആളുകൾ, മുഅ്മിനീങ്ങൾ, കുഫാറുകൾ, മുനാഫിക്കുകൾ. പിന്നെ അള്ളാഹു പറയണം, ഖുർആൻ അവതരിപ്പിച്ച് അതിലെ ഉപമകൾ സ്വീകരിക്കുന്നതിൽ ജനങ്ങൾ 2 തരക്കാരാണ്. അതിലൊരു വിഭാഗം തിന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹു വഴിപിഴപ്പിച്ചവരാണ്. തിന്മ ചെയ്ത് വഴിപിഴപ്പിച്ചവരുടെ സ്വഭാവം എന്താണ്? കരാർ ലംഘിക്കുക എന്നുള്ളത്. പിന്നീട് സൂറത്തുൽ ബഖറയിൽ പലയിടത്തായി ഇത് ആവർത്തിക്കാൻ, ബനു ഇസ്രായേലുകാർ കരാർ ലംഘിച്ച രൂപം, അപ്പോൾ അവർ വഴിപിഴച്ചതിൻ്റെ കാരണം എന്താണ് എന്ന സൂചന ഇതിലുണ്ട്. ബഖറ നിങ്ങൾ ആവർത്തിച്ച് എത്ര ഓതിയാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൂചനകൾ കിട്ടും. മീസാഖ് എന്ന പദം പല തവണയാണ് സൂറത്തുൽ ബഖറയിൽ ആവർത്തിച്ചിട്ടുള്ളത്. എനിക്ക് എല്ലാ ആയത്തും ഓർമ്മ കിട്ടാനാണ്, ധാരാളം സ്ഥലത്ത് അത് വന്നിട്ടുണ്ട്. ഫാസിഖീങ്ങൾ ആരാണ്? അവർ ഈ മീസാഖ് ലംഘിച്ചവരാണ്, ഉറപ്പുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം ലംഘിച്ച ആളുകളാണ്. വയഖ്തഊൻ, രണ്ടാമത്തെ കാര്യം അവർ ചെയ്തത് തന്നെയാണ്, അല്ലദീന യൻഖുദൂന അഹ്ദ അല്ലാഹി മിൻ ബഅദി മീസാഖി. പിന്നെ അതിൻ്റെ ബാക്കിയാണിത്, വല്ലദീന യഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അൻ യൂസൽ. യഖ്തഊൻ, എന്താ യഖ്ത? മുറിച്ച് കളയ. മാദിയത് അതിൻ്റെ ഖതഅ അല്ലേ. വയഖ്തഊൻ, മുറിച്ച് കളയുന്നവരാണ്. വയഖ്തഊന മാ, അങ്ങനെ ഒരു കാര്യം, മാ അമറ അല്ലാഹു, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം. എന്താണ് അള്ളാഹു കൽപ്പിച്ചത്? അൻ യൂസൽ. വസല തന്നെ സിലത്ത് റഹീം. എന്താ സിലത്ത് റഹീം? കുടുംബബന്ധം ചേർക്കൽ, കുടുംബബന്ധം ചേർക്കൽ. വസല എന്ന് പറഞ്ഞാൽ ചേർത്തു. യൂസൽ എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെടാൻ. ഏതാണത് രൂപം? ഫഅല് രൂപം ഏതാ? മുദാരിയാണ്. അതിൻ്റെ മഅറൂഫ് മജ്ഹൂലാണ്. ചേർക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ച കാര്യം അതിനെ മുറിച്ച് കളയുന്നവരാണ്. മനസ്സിലായോ അതിൻ്റെ അർത്ഥം? ബാക്കിയുള്ള അർത്ഥം മനസ്സിലായോ? വയഖ്തഊന, അവർ മുറിച്ച് കളയുന്നവരാണ്. മാ അമറ അല്ലാഹ്, അള്ളാഹ് കൽപ്പിച്ച ഒരു കാര്യം. എന്താ അള്ളാഹ് അതിനോട് കൽപ്പിച്ചിട്ടുള്ള ആ കാര്യത്തോട്? യൂസൽ, ചേർക്കപ്പെടാൻ അള്ളാഹ് കൽപ്പിച്ച കാര്യം മുറിച്ച് കളയുന്നവരാണ്. മനസ്സിലായത് അർത്ഥം? മാ അമറ അല്ലാഹു ബിഹി അൻ യൂസൽ വയഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ്. വയുഫ്സിദൂൻ, ഫസ്ദ മാദിയല്ല, അഫ്സദ. ഫസദ എന്ന് പറഞ്ഞാൽ എന്താ? കുഴപ്പമായി. അഫ്സദ കുഴപ്പമാക്കി, കുഴപ്പമുണ്ടാക്കി. വയുഫ്സിദൂന, അവർ കുഴപ്പമുണ്ടാക്കുന്നു. ഫിൽ അർദി,
ഭൂമിയിൽ കുഴപ്പമുണ്ട്. അപ്പോൾ 3 വിശേഷണങ്ങൾ അവർ പറഞ്ഞു. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ കരാർ. അത് ഉറപ്പിച്ചതിന് ശേഷവും അവർ ലംഘിച്ചു. അള്ളാഹു ചേർക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ മുറിച്ചു കളഞ്ഞു. അതോടൊപ്പം വയുഫ്സിദൂന ഫിൽ അർദ്, അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു. ഉലായിക ഹുമുൽ ഖാസിറൂൻ, ഉലായിക അക്കൂട്ടർ, അവരാണ് ഹുമുൽ ഖാസിറൂൻ, ഹും അവർ തന്നെയാകുന്നത്. മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഉലായിക ഹും രണ്ടും ആവർത്തിക്കുന്നത്. എന്തിനാ? അത് ഊന്നി പറയുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല ഇവർ മാത്രമാണ് എന്ന അർത്ഥം കിട്ടാനാണ്. ഉലായിക അക്കൂട്ടർ, അവരാണ് അൽ ഖാസിറൂൻ, നഷ്ടക്കാർ. ഖാസിറൂൻ അത് എൻ്റെ മാതിയത് അല്ല, ഖുർആനിലുണ്ട് അല്ല, അതിൽ ചോദിക്കുക ചെറിയ വ്യത്യാസമുണ്ട്. അയ്യോ, ഖസിറ ദുനിയ വൽ ആഖിറ, ബാക്കിയാണത്. ഖാസിറൂൻ, ഖസിറൂൻ എന്ന് പറഞ്ഞാൽ അവരാണ് പരാജിതർ. ഉലായിക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാകുന്നു യഥാർത്ഥ പരാജയത്തിൻ്റെ ആളുകൾ. 3 കാര്യങ്ങൾ നോക്കി. ഈ 3 കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. എന്താ? ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യുവസ്സൽ. അതാരോടാണ്? ചേർക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചേർക്കാതിരിക്കുക എന്നുള്ളത് സൃഷ്ടികളോടുള്ള ബാധ്യതയാണ്. ഒന്ന് സൃഷ്ടാവിനോടുള്ളതാണ്, 2 സൃഷ്ടിയോടുള്ളതാണ്. 3 ബാധ്യതകൾ നിറവേറ്റാത്തതിന് പുറമെ വയുഫ്സിദൂന ഫിൽ അർദ്, അതിനോടൊപ്പം അവർ ഭൂമിയിലുള്ള ആളുകളുടെ മേൽ കുഴപ്പം അഴിച്ചുവിടുകയും ചെയ്തു. അവരുടെ സ്വന്തത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, പിന്നെ പുറത്തേക്ക് അതിക്രമങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇത് പലപ്പോഴും ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഹദീസിലും ഇത് കാണാം. നന്മകളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യതയും സൃഷ്ടികളോടുള്ള ബാധ്യതയും ചേർത്ത് പറയാനുള്ളത്. കിബറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ ഉള്ളത്? അൽ കിബ്രു ബത്തറുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ തരം താഴ്ത്തി കാണിക്കലുമാണ്. സത്യം നിരാകരിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള അതിക്രമമാണ്. ജനങ്ങളോട് അവരെ തരം താഴ്ത്തുക എന്നുള്ളതോ അത് സൃഷ്ടികളോടുള്ള അതിക്രമമാണ്. അപ്പോൾ പല ഹദീസിലും കാണുന്നത്, ധാരാളം ഹദീസുകൾ കാണാം. നന്മകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്ന് സൃഷ്ടാവിനോടുള്ള ബാധ്യത, 2 സൃഷ്ടികളോടും. ഇത് രണ്ടും ഒരുമിപ്പിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ നന്നാവുന്നത്. ഒരാൾ ജനങ്ങളോട് നല്ല രൂപത്തിലാണ്, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള ബാധ്യതയിൽ കുറവ് വരുത്തിയാൽ അയാൾ നന്മയിലാണ് എന്ന് പറയാൻ സാധിക്കില്ല. അയാളോട് എല്ലാ നന്മകളും ചെയ്ത റബ്ബിനോട് അയാൾ നന്ദികേട് കാണിക്കാൻ ചെയ്തത്. ഒരാൾ അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നെന്ന് പറയുകയും ജനങ്ങളോടുള്ള ബാധ്യതയിൽ അയാൾ കുറവ് വരുത്തുകയും ചെയ്താൽ അയാൾ നല്ലവനാണെന്ന് പറയാൻ സാധിക്കില്ല. അയാളുടെ ബാധ്യതകളിൽ അയാൾ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിപ്പിക്കുമ്പോഴാണ് ഒരാൾ നല്ല മനുഷ്യനാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ധാരാളം ഇത്തരം പ്രയോഗങ്ങൾ കാണാം, ഈ 2 കാര്യങ്ങൾ ഒരുമിക്കുന്നതിനെക്കുറിച്ച്. ശരി, അതിൻ്റെ തഫ്സീറിൽ എന്താ ഉള്ളത്? الذين ينكثون عهد الله الذي أخذه عليهم بالتوحيد والطاعة. الذين, അതായത് തൊട്ടു മുൻപുള്ള ആയത്തിൽ ഫാസിഖീങ്ങൾ എന്ന് പറഞ്ഞവരാരാണ്? അല്ലദീൻ, അവർ ഒരു വിഭാഗം ആളുകളാണ്. യൻകുസൂന, നക്കസ എന്ന് പറഞ്ഞാൽ പൊതുവെ കരാർ ലംഘിക്കുന്നതിന് പറയുന്ന വാക്കാണ്. നേരത്തെ പറഞ്ഞ ഖുർആനിൽ വന്ന യൻകുദൂൻ എന്ന വാക്ക് കുറച്ചുകൂടി വിശാലമായ അർത്ഥമുള്ളതാണ്. യൻകുസൂൻ എന്നത് പൊതുവെ കരാർ ലംഘിക്കുന്നതിന് പറയുന്നതാണ്. അല്ലദീന യൻകുസൂൻ, അവർ ലംഘിക്കുന്നവരാണ്. അഹ്ദല്ലാഹ്, അള്ളാഹുവിൻ്റെ കരാർ. ഏതാണ് അള്ളാഹുവിൻ്റെ കരാർ? അല്ലദീ അഖദഹു അലൈഹിം ബിത്തൗഹീദി വത്താഅതി, അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള കരാറാണത്, അവരിൽ നിന്ന് എടുത്തിട്ടുള്ള കരാറാണത്. ഏതൊക്കെയാണ് കരാർ? ഒന്ന് തൗഹീദിൻ്റെ കരാറാണ്, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന കരാറാണ്. 2 വത്താഅതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന കരാറാണ്. ഈ 2 കരാറിനെ കുറിച്ചും ഖുർആനിൽ പരാമർശമുണ്ട്. ഒന്ന് സൂറത്തു ആൽ ഇമ്രാനിൽ, സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറഞ്ഞു, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹിദ്നാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ആദമിൻ്റെ സന്തതികളെ ആദമിൻ്റെ മുതുകിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും നാം അവരിൽ നിന്ന് കരാറെടുക്കുകയും ചെയ്തു. അലസ്തു ബിറബ്ബിക്കും, മനുഷ്യരോട് നാം ചോദിച്ചു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലൂ
അവർ പറഞ്ഞു ബല ഷഹീദ്ന അൻ തഖൂലു, അവർ പറഞ്ഞു ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കരാർ. അതാണ് ഏത് കരാർ? തൗഹീദിൻ്റെ കരാർ ആണ് ഒന്നാമത്തെ കരാർ. രണ്ടാമത്തെ കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന കരാറാണ്. ഇത് ബനൂ ഇസ്രായേലുകാരിൽ നിന്നും മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ നിന്നും നബിമാരിൽ നിന്നും അള്ളാഹു സ്വീകരിച്ച കരാറാണ്. എല്ലാ നബിമാരിലും സ്വീകരിച്ച കരാറാണത്. എന്താ ഈ കരാർ? നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നബി വന്നെത്തുകയാണെങ്കിൽ, അന്തിമ റസൂൽ വന്നെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ അനുസരിച്ചു കൊള്ളണമെന്ന കരാർ. സൂറത്തു ആൽ ഇമ്രാനിൽ, നേരത്തെ പറഞ്ഞത് സൂറത്തുൽ അറാഫിലെ 172-ാമത്തെ ആയത്താണ്. ഈ പറയുന്നത് സൂറത്ത് ആൽ ഇമ്രാനിലെ 81-ാമത്തെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു ഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന. നാം എല്ലാ നബിമാരിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട് ഒരു കരാർ. എന്താണ് ആ കരാർ? നിങ്ങൾക്ക് നാം കിതാബും ഹിക്മത്തും ഒക്കെ നൽകിയിരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഇനി ഒരു നബി വരികയാണെങ്കിൽ ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ ആ നബിയിൽ വിശ്വസിച്ചിരിക്കണം, വലതൻസുറുന്നഹു, നിങ്ങൾ ആ നബിയെ സഹായിച്ചിരിക്കണം. ഇത് നബിമാരിൽ നിന്ന് സ്വീകരിച്ച കരാറാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലാ അൻ യത്തബിഅനി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ എന്നെ അനുസരിക്കാതെ അദ്ദേഹത്തിന് മറ്റൊരു വഴിയില്ലായിരുന്നു. എന്നാൽ മൂസാ നബി ജീവിച്ചിരുന്നെങ്കിൽ, ആ കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരുന്നത് എങ്കിൽ അവിടുത്തെ വിശ്വസിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയാകുമായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് കരാറ്? ഒന്ന് തൗഹീദിൻ്റെ കരാറാണ്, രണ്ട് അനുസരണത്തിൻ്റെ കരാറാണ്. തൗഹീദിൻ്റെ കരാർ മനുഷ്യരെ സൃഷ്ടിച്ച സമയത്ത് ആദമിൻ്റെ മുതുകിൽ നിന്ന് സർവ്വ മനുഷ്യരെയും പുറത്തു കൊണ്ടുവരികയും അവരിൽ നിന്ന് അള്ളാഹു എടുക്കുകയും ചെയ്ത കരാറാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് വിവരിക്കാം. ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കരാർ അനുസരണത്തിൻ്റെ കരാറാണ്. നബിമാരെ അനുസരിക്കണമെന്ന കരാറാണ്. അപ്പോൾ ഈ കരാർ അംഗീകരിക്കാത്തവരാണ് അവർ. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി. അള്ളാഹു അവരിൽ നിന്ന് എടുത്ത തൗഹീദിൻ്റെ കരാർ, അതുപോലെ നബിമാരെ അനുസരിക്കണമെന്ന കരാർ, അത് ആ കരാർ കാറ്റിൽ പറത്തിയ ആളുകളാണിത്. ശരി, ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് കാര്യങ്ങൾ അതിന് തുല്യമായി നിൽക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ഒന്ന് അള്ളാഹുവിന് ഉള്ള തൗഹീദ്, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം. ഇതേതാണ്? അല്ല, അതിന് മുൻപ്, അതിനെക്കുറിച്ച് മുൻപ് അത് പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതിനെക്കാട്ട് മുൻപ് ഒരാൾ മുസ്ലിം ആകുമ്പോൾ എന്താ പറയുന്നത്? ഷഹാദത്താണത്. നോക്കൂ, ലദീന യൻഖുദൂന അഹ്ദല്ലാഹ്, അതായത് അള്ളാഹുവിൻ്റെ കരാർ എന്തായിരുന്നു? നിങ്ങൾ മുസ്ലിം ആകണമെന്നതായിരുന്നു. അള്ളാഹുവിന് തൗഹീദുള്ളവരാകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം. അത് തന്നെയാണ് ഷഹാദത്ത് കലിമയിലുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇങ്ങനെയാണ് ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ അള്ളാഹു അഹ്ദിനെ കുറിച്ച് പറഞ്ഞു, കരാറിനെ കുറിച്ച് പറഞ്ഞു. വേറെ ആയത്തിൽ ഏതാണ് ഈ കരാറുകൾ എന്ന് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഖുർആൻ്റെ തഫ്സീർ പഠിക്കും, ഉസൂൽ തഫ്സീർ പഠിപ്പിക്കുന്ന നിയമങ്ങളിലൊന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല തഫ്സീർ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഫാസിഖീങ്ങൾ ആരാണ്? ഫാസിഖീങ്ങൾ ഖുർആനിൽ തന്നെ വിശദീകരിച്ചു. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി വഖതഊന. നോക്കൂ, ഇത് ഖുർആൻ കൊണ്ടുള്ള തഫ്സീറാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു അഹ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ കരാർ. അപ്പോൾ ഈ കരാർ ഏതാണ്? നമ്മൾ ഖുർആൻ കൊണ്ട് തന്നെ അതിന് തെളിവ് പറഞ്ഞു. സൂറത്ത് അറാഫിൽ ഒരു കരാർ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് ആൽ ഇമ്രാനിൽ മറ്റൊരു കരാർ അള്ളാഹ് പറഞ്ഞു. ഈ കരാർ ലംഘിക്കലാണ്. ഇത് ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്യലാണ്. അതാണ് ഒന്നാമത്തെ തഫ്സീറിൻ്റെ രൂപം. രണ്ടാമത്തേത് തഫ്സീറുൽ ഖുർആൻ ബിസ്സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ട് തഫ്സീർ ചെയ്യാന്നുള്ളത്. അതാണ് തഫ്സീറിൻ്റെ രണ്ടാമത്തെ ഘട്ടം. ഖുർആനിന് ഏറ്റവും നല്ല വിശദീകരണം ആർക്കാണ് പറയാൻ സാധിക്കുക? അല്ലാഹു റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവിടുന്നാണ് അതുകൊണ്ട് നിയോഗിക്കപ്പെട്ടയാൾ. അതാണ് തഫ്സീർ ഖുർആൻ ബിസ്സുന്ന. മൂന്നാമത്തേത് വിശുദ്ധ ഖുർആനിനെ സലഫുകളുടെ വാക്കുകൾ കൊണ്ട് തഫ്സീർ ചെയ്യാന്നുള്ളതാണ്. സഹാബികൾ, കാരണം അവരാണ് ഇത് ആദ്യം കേട്ട ആളുകൾ. ഖുർആൻ ആദ്യമായി കേട്ട ആളുകൾ സഹാബികളാണ്. അതുപോലെ തന്നെ അതിൽ തന്നെ സഹാബികൾ മൊത്തത്തിലൊരു തഫ്സീർ പറയുകയാണെങ്കിൽ അത് കൂടുതൽ ബലവത്താണ്. സഹാബികൾ മൊത്തത്തിലൊരു തഫ്സീർ പറയുകയാണെങ്കിൽ
സഹാബികൾ ഒരുമിച്ചൊരു തഫ്സീർ പറയുകയാണെങ്കിൽ ഇതാണ് കൂടുതൽ പ്രബലമായത്. ഇനി സഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം പറയുകയാണെങ്കിലോ, അതിനൊരാൾ എതിര് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കൂടുതൽ പ്രബലമാണ്. ഇങ്ങനെ അതിനുശേഷം താബിഈങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ് താബിഈങ്ങളുടെ തഫ്സീർ മറ്റെല്ലാ കാലക്കാരുടെയും തഫ്സീറിനേക്കാൾ മുൻപന്തിയിലാണ് സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച ആൾക്കാർ. കാരണം അവർ നേരെ സഹാബികളിൽ നിർത്താൻ. പിന്നെ ഖുർആനിൻ്റെ തഫ്സീറിൻ്റെ രൂപം അറബി ഭാഷ കൊണ്ടുള്ള തഫ്സീറാണ്. അറബി ഭാഷ നിയമങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് ഒരു പദം വിശദീകരിക്കുമ്പോൾ ഇത് അറബിയിൽ ഇന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഇന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഇങ്ങനെ. ഇതല്ലാതെ ഈ തഫ്സീറിൻ്റെ രൂപങ്ങളുണ്ട്. ഇതാണ് പ്രബലമായ 3-4 രൂപം. ഇതൊക്കെ ഖുർആൻ, ഹദീസ്, സഹാബികളുടെ വാക്കുകൾ, അതുപോലെ തന്നെ അറബി ഭാഷ. അത് ഖുർആനിൻ്റെ തഫ്സീറിൻ്റെ അസ്ലാണ്. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഖുർആൻ്റെ അസ്ലാണ്. الذين ينقضون അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. الذين ينقضون عهد الله الذي أخذه عليه بالتوحيد والطاعة. അപ്പോൾ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ അഹദ് ഒന്ന് തൗഹീദാണ്, അതാണ് നമ്മുടെ തഫ്സീറിൽ അതാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് നബിയെ അനുസരിക്കണമെന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ചിലർ പറഞ്ഞു ഈ 2 കരാറുകളും അതോടൊപ്പം അതിനോട് ചേർന്ന് വരുന്ന മറ്റെന്തെല്ലാം ഉണ്ടോ അതൊക്കെയും അള്ളാഹുവിൻ്റെ കരാറാണ്. അള്ളാഹു ദീനിൽ പറഞ്ഞ ഉദാഹരണത്തിന് വഇദ് അഖദ്നാ മിൻ ബനി ഇസ്രായീല ആയത്തിൻ്റെ മുസ്ഹഫുണ്ട്. وإذا أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وابن السبيل والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. സൂറത്ത് ബഖറയിൽ ഒന്നായിട്ടാണ് ബനു ഇസ്രായേലുകാരുടെ നാം സ്വീകരിച്ച കരാർ. എന്തൊക്കെ കരാർ? അള്ളാഹനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം, ബിൽവാലിദൈനി ഇഹ്സാന, വദിൽ ഖുർബ കുടുംബക്കാരോട്, വൽയതാമ അനാഥരോട്, വൽ മസാക്കീൻ ദരിദ്രരോട്, വഖൂലു ലിന്നാസി ഹുസ്ന ജനങ്ങളോട് നല്ലത് പറയണം, വഖീമുസ്സലാ നിസ്കാരം നിലർത്തണം, വാതു സകാത്ത് നൽകണം. ഈ പറഞ്ഞ അള്ളാഹുവിനെ ഏകനാക്കുക എന്ന തൗഹീദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക എന്ന താഅത്തും അതിനോട് ചേർന്ന് വരുന്ന ഖുർആനിൽ വന്ന എന്തെല്ലാം കരാറുകളുണ്ടോ അതെല്ലാം ഈ പറഞ്ഞതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ലംഘിക്കുന്നവരാണ് അവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല കരാർ സ്വീകരിച്ച കാര്യങ്ങൾ ലംഘിക്കുന്നവരാണ്. الذين ينقضون عهد الله الذي أخذ عليه بالتوحيد والطاعة وقد أكده بإرسال الرسل وإنزال الكتب. وقد أكدهم أكد നമ്മൾ പഠിച്ച വാക്കാണ്. أحسنت توكيد എന്നതിൽ വന്ന വാക്കാണ് أكد. എന്താ أكد? ഉറപ്പിച്ചു പറയാൻ. وقد أكده അള്ളാഹു ഇത് ഉറപ്പിച്ചിരിക്കുന്നു. എങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നു? ബിഇർസാൽ റസൂൽ, റസൂലുകളെ അയച്ചുകൊണ്ട്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിൻ്റെ മുതുകിൽ നിന്ന് മനുഷ്യരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് കരാർ സ്വീകരിച്ചു. ശരി, ഈ കരാർ നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഈ കരാറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു ആരെ അയച്ചിട്ടുണ്ട്? റിസാല റസൂൽ, റസൂലുകളെ അയച്ചിട്ടുണ്ട്. വ ഇൻസാലിൽ കുതുബ്, കിതാബുകൾ അവതരിപ്പിച്ചുകൊണ്ട്. ഏത് വാക്കിൻ്റെ തഫ്സീറാണത്? ഖദ് അക്കദഹു ബിഇർസാൽ റസൂൽ വ ഇൻസാലിൽ കുതുബ്. ഏത് വാക്കിൻ്റെ തഫ്സീറാണ്? അഹ്സൻ. അല്ല, മിൻ ബഅദി മീസാഖിഹി. മീസാഖ് എന്ന് പറഞ്ഞില്ലേ? മീസാഖിൻ്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞത്? ഊട്ടി ഉറപ്പിക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്കണത് ആയത്തിൻ്റെ ഏത് ഭാഗത്തിൻ്റെ തഫ്സീറാണ് ഓരോന്നെന്നുള്ളത്. ആദ്യം പറഞ്ഞത് അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ് എന്നതിൻ്റെ തഫ്സീറാണ്. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ് അല്ലദീ അഖദഹു അലൈഹി ബിത്തൗഹീദ് വത്തഅ. അപ്പോൾ ശ്രദ്ധിക്കുക, തഫ്സീർ നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കരാർ ലംഘിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തൗഹീദും താഅത്തും, അള്ളാഹിനെ ഏകനാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം, അത് പാലിച്ചില്ല. മിൻ ബഅദി മീസാഖി, അത് ഉറപ്പിച്ചതിന് ശേഷം. എങ്ങനെ ഉറപ്പിച്ചത്? നബിമാരെ അയച്ചുകൊണ്ട് കിതാബുകൾ. ഇങ്ങനെയാണ് തഫ്സീർ പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഓരോന്നിൻ്റെ തഫ്സീർ അതാണ്. വയുഖാലിഫൂന ദീൻ അല്ലാഹി വയഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അൻ യൂസൽ എന്നതിൻ്റെ തഫ്സീറാണ് ഈ പറയുന്നത്. വയഖ്തഊൻ, അവർ മുറിച്ചു കളയുന്നു. വയുഖാലിഫൂൻ, ഖാലിഫൂൻ എന്നതിൻ്റെ അർത്ഥം എന്താ? എതിരാകുന്നു, അവർ എതിരാകുന്നു. യുഖാലിഫൂന ദീൻ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിനോട് അവർ എതിരാകുന്നു.
ഇത് ഈ ആയത്തിൻ്റെ തഫ്സീർ ഏതിൻ്റെ ആയത്തെ അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ കൂട്ടിച്ചേർക്കുന്നില്ല എന്നുള്ളതാണ്, അത് മുറിച്ച് കളയുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ തഫ്സീർ ചില പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കുടുംബ ബന്ധമാണ്. അപ്പോൾ കുടുംബ ബന്ധം മുറിക്കുന്നവരാണിവർ. ചിലർ പറഞ്ഞു അല്ല, അതിനേക്കാൾ വിശാലമാണ് അവിടുത്തെ അർത്ഥം. അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, ഉദാഹരണത്തിന് അള്ളാഹുമായുള്ള ബന്ധം. അള്ളാഹുമായുള്ള ബന്ധം എങ്ങനെയാണ്? അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നിസ്കരിച്ചുകൊണ്ട്. നിസ്കാരം അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിനോടുള്ള രഹസ്യ സംഭാഷണത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹുമായുള്ള ബന്ധമുണ്ട്, അത് ചേർക്കേണ്ട ബന്ധമാണ്. എങ്ങനെ ചേർക്കേണ്ടത്? അള്ളാഹിനുള്ള ബന്ധം അള്ളാഹിനെ അനുസരിച്ചുകൊണ്ട്, അവൻ്റെ ദീൻ സ്വീകരിച്ചുകൊണ്ട്. നബിയോട് ബന്ധമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ അള്ളാഹു പറഞ്ഞു അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് അവരുടെ സ്വന്തത്തെക്കാൾ അടുപ്പമുള്ളവരാണ്. അപ്പോൾ അവിടുത്തോട് ബന്ധം ചേർക്കേണ്ടത് എങ്ങനെ? അവിടുത്തോട് ബന്ധം ചേർക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടാണ്, അവിടുത്തെ പിൻപറ്റിക്കൊണ്ടാണ്. അവർ പറഞ്ഞു യഖ്തഊന മാ അമറല്ലാഹു ബിഅൻ യൂസൽ. അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത് അവർ മുറിച്ച് കളയുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും അവർ ചെയ്യുന്നില്ല. അവർ അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള ബന്ധം അവർ മുറിച്ച് കളയുന്നു. അതുപോലെ തന്നെ കുടുംബത്തോട് ആരോടൊക്കെ അള്ളാഹു ബന്ധം ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരോടൊന്നും അവർ ബന്ധം ചേർക്കുന്നില്ല. അത് ഉൾക്കൊള്ളുന്ന വിധത്തിലാണ് ഈ തഫ്സീർ. വയുഖാലിഫൂന ദീൻ അള്ളാഹ്, അവർ അള്ളാഹുവിൻ്റെ ദീനിന് എതിരാകുന്നു. അതിൽപ്പെട്ടതാണ് ഉദാഹരണം കഖത്ഇൽ അർഹാം. കാഫ് എന്തിനാ പോലെ, മുറിക്കൽ പോലെ. അൽ അർഹാം കുടുംബ ബന്ധങ്ങൾ മുറിക്കുക എന്നതുപോലെ. കാരണം അത് അള്ളാഹ് കൽപ്പിച്ചതാണ്, അള്ളാഹ് ചേർക്കണമെന്ന് കൽപ്പിച്ച കാര്യമാണ് കുടുംബ ബന്ധങ്ങൾ. വയുഫ്സിദൂന ഫിൽ അർദ്, അതിനുള്ള തഫ്സീറാണ് വനശ്രിൽ ഫസാദി ഫിൽ അർദ്. നശറ പ്രചരിപ്പിക്കുക, വ്യാപിപ്പിക്കുക. വനശ്രിൽ ഫസാദ് കുഴപ്പം വ്യാപിപ്പിക്കുക. ഫിൽ അർദി ഭൂമിയിൽ കുഴപ്പം വ്യാപിപ്പിക്കുക. ഭൂമിയിൽ കുഴപ്പമുണ്ടാകൽ എങ്ങനെയാണ്? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞതായിക്കാണ് ഭൂമിയിൽ കുഴപ്പം വ്യാപിപ്പിക്കുക എന്നത് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്ന തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടാണ്. കാരണം ഭൂമിയിൽ എപ്പോഴാണ് കുഴപ്പമുണ്ടാവുക? എപ്പോഴാണ് മനുഷ്യർ നശിപ്പിക്കപ്പെട്ടത്? എപ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിയിലെ പ്രളയം പോലെ, ഭൂകമ്പം പോലെ ഇങ്ങനെ നാടുകൾ നശിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? തിന്മകൾ കൊണ്ടാണ്. ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറയാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പം വരാൻ കാരണമാകുന്ന കാര്യങ്ങൾ ചെയ്യലാണ്. ഉദാഹരണത്തിന് തിന്മയും, ഉദാഹരണത്തിന് ലിവാത്ത്, സ്വവർഗരതി. ലൂത്ത് നബിയുടെ സമൂഹം ഒന്നടങ്കം നശിപ്പിക്കപ്പെടാൻ കാരണമായത് അതാണ്, വൃത്തികേട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ പ്രവൃത്തി എന്ത് ചെയ്തു? ഭൂമിയിൽ കുഴപ്പമുണ്ടാവാനുള്ള കാരണമായി. ഭൂമി തന്നെ, അവരുടെ നാടൊന്നാകെ തകർക്കപ്പെട്ടു. യമനിലുണ്ടായിരുന്ന സബ ഗോത്രക്കാർ, അവർക്ക് അള്ളാഹു വലിയ നിഅമത്തുകൾ കൊടുത്തിരുന്നു. അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു, അതിക്രമങ്ങൾ പ്രവർത്തിച്ചു. ആ നാട് അള്ളാഹു നശിപ്പിച്ചു. അപ്പോൾ അവരുടെ നന്ദികേട് ആ നാട് നശിക്കാനുള്ള കാരണമായിരുന്നു. ഹദീസ് ഖുർആനിൽ കാണാല്ലേ. പിന്നീട് അത്രയും ഫലഭൂയിഷ്ടമായിരുന്ന നാട്ടിൽ, അതിൻ്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞേക്കാണ്, ആ നാട് അത്രയും മനോഹരമായ നാടായിരുന്നു. അവിടെ സ്ത്രീകൾ അവരുടെ വൃക്ഷങ്ങളിൽ നിന്ന് ഫലങ്ങൾ പറിക്കാൻ പോലും അവർക്ക് വേണ്ടി വന്നിരുന്നില്ല എന്നാണ്. അവർ തലയിൽ കൊട്ട വെച്ചുകൊണ്ട് തോട്ടത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് നടന്നു കഴിഞ്ഞാൽ പഴുത്ത ഫലവർഗ്ഗങ്ങൾ അവരുടെ കൊട്ടയിൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും, വീണിട്ട്. അത് പറിക്കേണ്ട ആവശ്യം പോലില്ല, അത് വീഴുന്നത് അവരുടെ കൊട്ടയിൽ നിറയും. ഈച്ചയുണ്ടായിരുന്നില്ല, വൃത്തികേടുകൾ ഉണ്ടായിരുന്നില്ല, നല്ല ഒരു നാട്. പക്ഷെ അവർ അള്ളാഹുവിൻ്റെ നന്ദി കേട് കാണിച്ചപ്പോൾ അവിടെ എന്താണ് ആകെ ബാക്കിയുണ്ടായത്? വളരെ ഒരു ഉപകാരത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത ചില മരങ്ങളും വൃക്ഷങ്ങളും ചെടികളും മാത്രം അവിടെ ബാക്കിയായി. നാട് നശിച്ചു. കാര്യം അവിടുത്തെ ഡാം തകർന്നു, വെള്ളത്തിൻ്റെ കെട്ട് തകർന്നു എന്നാണ്. എന്താണ് അതിലേക്ക് നയിച്ചത്?
അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന്. അപ്പോൾ ഭൂമി തകരാനുള്ള കാരണമായത് എന്താണ്? അവരുടെ പ്രവർത്തനങ്ങളാണ്, തിന്മകളാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ളാഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ഭൂമിയിൽ കുഴപ്പങ്ങൾ വ്യാപകമായിരിക്കുന്നു, കരയിലും കടലിലുമെല്ലാം. എങ്ങനെയാണതുണ്ടായത്? പ്രത്യക്ഷപ്പെട്ടത്, കുഴപ്പങ്ങളുണ്ടായത്. ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ട്. ഇതാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉലായിക ഹുമുൽ ഖാസിറൂന ഫി ദുനിയ വൽ ആഖിറ. ഉലായിക അവരാകുന്നു, ഹുമുൽ ഖാസിറൂൻ അവർ തന്നെയാകുന്നു നഷ്ടക്കാരായിട്ടുള്ളവർ, ഫി ദുനിയ വൽ ആഖിറ ദുനിയാവിലും ആഖിറത്തിലും. അപ്പോൾ എന്തേ അവർ ചെയ്ത 3 കാര്യങ്ങൾ? ഒന്ന്, അള്ളാഹുവിൻ്റെ കരാറുകൾ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർ മുസ്ലിമായില്ല. 2, അള്ളാഹു ചേർക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ ചേർത്തില്ല. അള്ളാഹുവിനോടുള്ള ബന്ധത്തിൽ നിസ്കാരം, അതുപോലെ തന്നെ ജനങ്ങളോടുള്ള ബന്ധത്തിൽ സക്കാത്ത്, കുടുംബ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മുറിച്ച് കളഞ്ഞു. വ യുഫ്സിദൂന ഫിൽ അർദ് ഭൂമിയിൽ കുഴപ്പം വ്യാപിപ്പിച്ചു. അതായത് അള്ളാഹുവിനോടുള്ള ധിക്കാരം ഭൂമിയിൽ അവർ വ്യാപിപ്പിച്ചു. ഈ 3 കാര്യങ്ങളാണ് അവർ ചെയ്ത്. ഈ 3 കാര്യങ്ങളുടെ ഫലമായി അവർക്ക് ലഭിച്ച എന്താണ്? ഉലായിക ഹും ഖാസിറൂൻ അവരാകുന്നു നഷ്ടക്കാർ. ഇതാണ് ആയത്തിൻ്റെ തഫ്സീറിൽ പറയാനുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിന് തൊട്ട് മുൻപുള്ള ആയത്തും ഈ ആയത്തും നിങ്ങൾ ചേർത്ത് വായിച്ചാൽ മറ്റൊരു പാഠം കൂടി കിട്ടും. എന്താ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്? എന്താ കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനം? വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. അള്ളാഹു വഴികേടിലാക്കുന്നത് ഫാസിഖീങ്ങളാണ്. ഈ ആയത്തിൽ എന്താ ഉള്ളത്? ആരാണ് ഫാസിഖീങ്ങൾ? ആരാ ഫാസിഖീൻ? അല്ലദീന യഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊൻ. ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ പറഞ്ഞ 3 തിന്മകൾ, ഒന്ന് കരാർ ലംഘനം. അദ്ദേഹം പറഞ്ഞു അത് അള്ളാഹുവിനോടുള്ള കരാർ കൂടുതൽ ഗൗരവമുള്ളതാണ്. സൃഷ്ടികളോടുള്ള കരാറും ഇതുപോലെ തന്നെ ഗൗരവമുള്ളതാണ്. കരാർ ലംഘനം, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ മുറിക്കുക, അതുപോലെ തന്നെ ഭൂമിയിൽ തിന്മകൾ വ്യാപിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ വടികേടിലേക്ക് എത്താനുള്ള, അള്ളാഹു ഒരാളെ വടികേടിലാക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. അത് മുന്നത്തെ ആയത്തും ഈ ആയത്തും കൂടി ചേർത്ത് വായിച്ചാൽ മനസ്സിലാകും. കാരണം കഴിഞ്ഞ ആയത്തിൽ ഫാസിഖീങ്ങൾ അള്ളാഹു വഴികേടിലാക്കുന്ന പറഞ്ഞത്, ഈ ആയത്തിൽ ഫാസിഖിൻ്റെ സ്വഭാവം എന്താണെന്നാണ് പറഞ്ഞത്. ഈ സ്വഭാവങ്ങൾ ഒരാളെ വഴികേടിലേക്ക് എത്തിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് കരാർ ലംഘനം, അതുപോലെ തന്നെ ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പങ്ങൾ വ്യാപിപ്പിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ദർസിൽ എടുക്കാം. وهذا والله تعالى أعلم بالصواب. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك الله.